ആകാശത്തു നിന്നും കടലിൽ നിന്നും ഒരേപോലെ ആണവാക്രമണം നടത്താനുള്ള ന്യൂക്ലിയർ ട്രയാഡ് ശേഷി കൈവരിച്ച ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇതോടെ കൂടുതൽ സുരക്ഷിതമായിരിക്കുന്നു. കടലിന്റെ അഗാധതയിൽ മാസങ്ങളോളം മറഞ്ഞിരുന്ന് രാജ്യത്തിന് കാവലൊരുക്കുന്ന മൂന്നാമത്തെ ഈ ആണവ അന്തർവാഹിനി ഇന്ത്യയുടെ സൈനിക കരുത്തിന്റെയും തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെയും വിളംബരമാണ്. ഇന്ത്യയുടെ സുരക്ഷാ സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവ് നൽകുന്ന INS അരിധമൻ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. ശത്രു രാജ്യങ്ങളുടെ ഏതൊരു പ്രകോപനത്തിനും ശക്തമായ മറുപടി നൽകാൻ കെൽപ്പുള്ള ഒരു അദൃശ്യ പോരാളിയായി അരിധമൻ മാറിക്കഴിഞ്ഞു. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിന്റെ ശിരസ് ഉയർത്തിപ്പിടിക്കുന്ന ഈ നേട്ടം സമുദ്രാതിർത്തികൾ ഭേദിക്കാനാവാത്ത ഒരു കോട്ടയായി ഇന്ത്യയെ മാറ്റി എന്നതിന്റെ തെളിവാണ്. അരിധമനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ചരിത്രത്തിലെ നിർണായകമായ ഒരു നാഴികക്കല്ലാണ് INS അരിധമൻ എന്ന അത്യാധുനിക മുങ്ങിക്കപ്പൽ. അരിഹന്ത് ക്ലാസിൽപ്പെട്ട മറ്റ് കപ്പലുകളെ അപേക്ഷിച്ച് കൂടുതൽ പ്രഹരശേഷിയും സാങ്കേതിക മികവും അവകാശപ്പെടാവുന്ന അരിധമൻ ഏഷ്യൻ സമുദ്രമേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കും. ഏകദേശം 7000 ടൺ ഭാരമുള്ള ഈ സമുദ്ര ഭീമൻ ലാർസൻ ആൻഡ് ടൂബ്രോയുടെ സഹകരണത്തോടെ തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു നേട്ടമാണ്. അരിഹന്ത്, അരിഘട്ട് എന്നീ മുൻഗാമികളേക്കാൾ ഇരട്ടി മിസൈൽ വിക്ഷേപണ ശേഷി ഉണ്ടെന്നതാണ് അരിധമന്റെ പ്രധാന പ്രത്യേകത. 24K-15 മിസൈലുകളോ അല്ലെങ്കിൽ 3500 കിലോമീറ്ററിൽ അധികം ദൂരപരിധിയുള്ള 80K-4 മിസൈലുകളോ ഒരേ സമയം വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ദീർഘദൂര പ്രഹരശേഷിയുള്ള K-4 മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ കവചത്തിന് വലിയ കരുത്താണ് പകരുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആധുനിക കോമ്പാക്ട് ലൈറ്റ് വാട്ടർ റിയാക്ടർ ശത്രുക്കളുടെ സോണാർ കണ്ണുകളിൽ പെടാതെ അതീവ നിശബ്ദമായി സഞ്ചരിക്കാൻ കപ്പലിനെ സഹായിക്കുന്നു. കൂടാതെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഉഷസ്, പഞ്ചേന്ദ്രിയ തുടങ്ങിയ സോണാർ സംവിധാനങ്ങൾ അരിധമനെ ലോകോത്തര നിലവാരമുള്ള ഒരു യുദ്ധക്കപ്പലാക്കി മാറ്റുന്നു. സമുദ്രത്തിനടിയിൽ നിന്നുള്ള പ്രത്യാക്രമണ ശേഷി പൂർണ്ണമാക്കുന്നതിൽ അരിധമന്റെ വരവ് ഇന്ത്യക്ക് വലിയ തന്ത്രപ്രധാന മേൽക്കൈയാണ് നൽകുന്നത്. സാധാരണ ഡീസൽ ഇലക്ട്രിക് മുങ്ങിക്കപ്പലുകളിൽ നിന്നും ആണവ മുങ്ങിക്കപ്പലുകളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ സമാനതകളില്ലാത്ത കരുത്തും നിഗൂഢതയുമാണ്. ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിനായി ഇടയ്ക്കിടെ ജലോപരിതലത്തിലേക്ക് വരേണ്ടതില്ലാത്തതിനാൽ മാസങ്ങളോളം കടലിന്റെ അഗാധതയിൽ ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ മറഞ്ഞിരിക്കാൻ INS അരിധമന് സാധിക്കുന്നു. ഇന്ത്യയുടെ ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ്, അതായത് വിശ്വസനീയമായ കുറഞ്ഞ പ്രതിരോധ ശേഷി എന്ന നയത്തിന്റെ കരുത്തുറ്റ പ്രതീകമാണിത്. ശത്രുരാജ്യങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാൻ മുതിർന്നാൽ അദൃശ്യമായി നിലയുറപ്പിച്ചിരിക്കുന്ന ഈ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് ഏത് നിമിഷവും ആണവ പ്രത്യാക്രമണം ഉണ്ടായേക്കാം എന്ന ഭീതി അവരെ പിന്തിരിപ്പിക്കുന്നു. INS അരിധമന്റെ കമ്മീഷനിങ് കേവലം ഒരു ആയുധത്തിന്റെ കൂട്ടിച്ചേർക്കലല്ല, മറിച്ച് ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ വളരുന്ന ആധിപത്യത്തിന്റെ അടയാളമാണ്. വിശാഖപട്ടണത്തെ അതീവ സുരക്ഷിതമായ പ്രൊജക്ട് വർഷ എന്ന താവളത്തിൽ അരിധമൻ നിലയുറപ്പിക്കുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷാ കവചം കൂടുതൽ ശക്തമാകുന്നു. ലോകത്തെ അതിസമ്പന്നമായ 6 രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെടാനുണ്ടായിരുന്ന ഈ സങ്കീർണമായ സാങ്കേതികവിദ്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുക വഴി ആത്മനിർഭര ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. സമുദ്രമേഖലയിലെ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ ഈ അത്യാധുനിക മുങ്ങിക്കപ്പൽ വരും നാളുകളിൽ നിർണായക പങ്ക് വഹിക്കും. ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ അധ്യായമാണ് സ്വന്തമായി ആണവ മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള തീരുമാനം. എന്നാൽ അതിന് പതിറ്റാണ്ടുകളുടെ പരിശ്രമത്തിന്റെ കഥ പറയാനുണ്ട്. 1974 പൊക്രാൻ ആണവ പരീക്ഷണത്തിന് ശേഷം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് കടലിനടിയിലുള്ള ആണവ പ്രഹരശേഷി അത്യാവശ്യമാണെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു.
ഇതിന്റെ ഫലമായാണ് 1950കളിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ എന്ന അതിരഹസ്യ പദ്ധതിക്ക് തുടക്കമിട്ടത്. ആ കാലഘട്ടത്തിൽ റഷ്യ നൽകിയ സാങ്കേതിക സഹായവും ഡിസൈൻ പിന്തുണയും ഇന്ത്യയുടെ ഈ സ്വപ്നത്തിന് കരുത്തുറ്റ അടിത്തറ പാകി. ഇന്ന് INS അരിഹാന്ത് മുതൽ അത്യാധുനികമായ INS അരിധമൻ വരെ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ കൈവരിച്ച സ്വയം പര്യാപ്തത വിസ്മയിപ്പിക്കുന്നതാണ്. 2009 അരിഹന്ത് നീറ്റിലിറക്കിയതോടെ സ്വന്തമായി ആണവ മുങ്ങിക്കപ്പൽ നിർമ്മിക്കുന്ന ലോകത്തിലെ 6ാമത്തെ രാജ്യമെന്ന ഖ്യാതി ഇന്ത്യ സ്വന്തമാക്കി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഭീഷണികളെ വകഞ്ഞു മാറ്റാൻ ഇന്ത്യ കാണിക്കുന്ന ഈ ആത്മവിശ്വാസം ദശകങ്ങൾക്ക് മുൻപേ ഇന്ദിരാഗാന്ധിയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. ഇന്ത്യൻ സമുദ്രപരിധിയിൽ അതിക്രമിച്ചു കയറുന്ന ഏത് വിദേശ കപ്പലിന്റെയും ഗതി നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് കരുത്തുണ്ടെന്ന അവരുടെ അന്നത്തെ ഉറച്ച നിലപാട് ഇന്നത്തെ ഇന്ത്യയുടെ നാവിക കരുത്തിന്റെ വിളംബരമായിരുന്നു. ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് അഥവാ കരയിൽ നിന്നും വായുവിൽ നിന്നും കടലിൽ നിന്നും ആണവാക്രമണം നടത്താനുള്ള ശേഷി പൂർണ്ണമാക്കുന്നതിൽ ഈ മുങ്ങിക്കപ്പലുകൾ വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. കരയിൽ നിന്നും ആകാശത്തു നിന്നും കടലിൽ നിന്നും ഒരേപോലെ ആണവാക്രമണം നടത്താനുള്ള ന്യൂക്ലിയർ ട്രയാഡ് ശേഷി കൈവരിച്ച ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനവും ഇതോടെ കൂടുതൽ സുരക്ഷിതമായിരിക്കുന്നു.